Hello everyone, welcome back. Hope you all are doing good and staying safe. So back again with another small vlog. Hope you all will like it and keep watching. So നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുൽഫി ഡ്രിങ്കിൻ്റെ റെസിപ്പിയും അതോടൊപ്പം തന്നെ ഒരു ചിക്കൻ ചീസ് ബോക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുൽഫി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുൽഫി പൗഡർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബ്ലെൻഡറിലേക്ക് ഒരു 10-12 കാഷ്യൂ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 10-12 പിസ്താഷ്യൂ കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർക്കണം. അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഡ്രിങ്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഉണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു ഫൈൻ പൗഡറാക്കി എടുക്കണം. സോ ഒരു 6-7 ഗ്ലാസ് ഡ്രിങ്ക് തയ്യാറാക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുൽഫി പൗഡർ. നമുക്കിനി ഇത് പാലിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പാലാണ് എടുക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 240-250 ml ആണ്. അപ്പോൾ 1.5 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ കുൽഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ ഈ പൗഡർ ഇട്ട് കൊടുത്ത് മുഴുവൻ പൗഡറും നമുക്ക് ഈ 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല തിക്കായിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം പാല് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഈ കുൽഫി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നമ്മൾ ഈ കുൽഫി മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും പാല് നല്ല തിക്കായിട്ട് വരും. പാല് നന്നായി തിക്കായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കണം. സോ ഒരു 1 വീക്കൊക്കെ നമുക്ക് ഈ ഡ്രിങ്കിൻ്റെ ഈ മിക്സ് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ നല്ല ഫ്രഷ് ആയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ഗ്ലാസ് കുൽഫി ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കുറച്ച് ബീഫ് മസാല ബാക്കിയുണ്ടായിരുന്നു തലേ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ലേശം ഇറച്ചിച്ചോറ് തയ്യാറാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഉണ്ടാക്കാനുള്ള ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ചീസ് ബോക്സ് ഉണ്ടാക്കാനുള്ള മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ വളരെ നൈസായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 5-6 ലെറ്റ്യൂസിൻ്റെ ലീവ്സ്, അതായത് നമ്മുടെ കസ്സിൻ്റെ ലീവ്സും കൂടി നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കസ് ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ക്യാബേജ് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ക്യൂബ് ചീസ് ചേർത്ത് കൊടുക്കാം. 2-3 ക്യൂബ് ചീസ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യൂബ് ചീസ് ഇല്ലെങ്കിൽ ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2-3 വലിയ ടേബിൾ സ്പൂൺ മയോനീസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ഈ മയോനീസിൻ്റെയും ചീസിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 ക്യൂബോളം ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വലിയ ടേബിൾ സ്പൂൺ മയോനീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലെറ്റ്യൂസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ മിക്സിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ
പെപ്പർ പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ചീസിലും മയണൈസിലൊക്കെ അത്യാവശ്യം സോൾട്ടിനെസ് ഉണ്ട്. അതുപോലെ ചിക്കനും നമ്മൾ സോൾട്ട് ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് ഉപ്പ് നോക്കി പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഷ്രെഡ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ ഇൻ ബിറ്റ്വീൻ ഒരു തട്ടിക്കൂട്ട് ഇറച്ചി ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ. തലേ ദിവസം വെളിച്ചെണ്ണയിൽ കുറച്ച് ബീഫ് മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇറച്ചിച്ചോറ് വയ്ക്കാൻ നിന്നത്. ഇറച്ചിച്ചോറ് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മസാല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ബീഫ് മസാലയിലേക്ക് ഞാൻ വീണ്ടും ഒരു എക്സ്ട്രാ ഒരു വലിയ സവോളയും ഒരു തക്കാളിയും ഒന്ന് വഴറ്റിയെടുത്ത് അതിനുശേഷം ബീഫ് മസാല ചേർത്ത് കൊടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഒരു തിക്ക് ഗ്രേവി ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ലോങ് ഗ്രെയിൻ ബസുമതി റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഒതൻറ്റിക് ഇറച്ചിച്ചോറ് എന്ന് പറയുമ്പോൾ കുറുവ റൈസ് വെച്ചിട്ടാണ് സാധാരണ അത് പ്രിപ്പയർ ചെയ്യാറ്. ഞാനതിൻ്റെ റെസിപ്പി വീഡിയോ കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറ് എന്ന പേരിൽ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ ചെയ്ത് നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു തട്ടിക്കൂട്ട് ഇറച്ചിച്ചോറ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ദം ചെയ്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, 1 ടേബിൾ സ്പൂണൊക്കെ മിക്സ് തന്നെ ധാരാളമാണ്. ഇതിന് 4 വശങ്ങളിലും കുറേശ്ശെ മൈദ പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുക്കാം. ജസ്റ്റ് മൈദപ്പൊടി വെള്ളത്തിൽ കലക്കിയെടുത്ത ഒരു തിക്ക് പേസ്റ്റ്, അത് നന്നായി ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ആദ്യം ഏറ്റവും അടിയിലിരിക്കുന്ന സമൂസ ലീഫിൻ്റെ ഒരു സൈഡാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അതിനുശേഷം മറ്റേ സൈഡിലിരിക്കുന്ന ഷീറ്റ് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും അടിയിലിരിക്കുന്ന സമൂസ ഷീറ്റിൻ്റെ ലീഫ് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഒരു വശം കൂടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നല്ലൊരു അടിപൊളി ക്യൂട്ട് ചീസ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. സോ നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സാധാരണ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ പാകത്തിന് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. സോ നമ്മുടെ കുൽഫി ഡ്രിങ്കിൻ്റെ മിക്സ് നല്ല പാകത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ഗ്ലാസ് കുൽഫി ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം കുൽഫി മിക്സ്, തണുത്ത കുൽഫി മിക്സ് ആണ് കേട്ടോ, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. അതാണ് ഞാനിപ്പോൾ മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് തണുത്ത പാലും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോ ഈ കുൽഫി മിക്സിന് ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും പിസ്താഷ്യുമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കസ്കസും കൂടി വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. കസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ സീഡ്സ് ആണ്. അപ്പോൾ ആദ്യം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കുൽഫി ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം.
പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ നമ്മുടെ കുൽഫി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ചീസ് ബോക്സ്. അതും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങളും റെസിപ്പികളും. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ സേഫ്. അസ്സലാമു അലൈക്കും.